വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ അടിസ്ഥാന പാഠാവലി. ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസർ കീ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. മണിമല ഒരു കൊച്ചു ഗ്രാമം, ചെറുതെങ്കിലും മനോഹരം. മണിമല എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരന്നുകിടക്കുന്നത് കൊണ്ടാണ് ഗ്രമത്തിന് മണിമല എന്ന പേര് വന്നത്. മുകളിൽ ആകാശം, തൂവള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശം. അതിനു താഴെ മലനിരകൾ മടക്കുകളായി നിരന്നങ്ങനെ കിടക്കുന്നു. അതിൻ്റെ താഴ്വരയിലായിരുന്നു മനോഹരമായ കാട്. കാട്ടിൽ നിറയെ വലിയ മരങ്ങൾ. പലതരം കാട്ടുമൃഗങ്ങളും പക്ഷികളുമുണ്ട്. മാൻ, മയിൽ, മുയൽ, മൈന, മാടത്ത, മ്ലാവ് തുടങ്ങിയ ധാരാളം പക്ഷിമൃഗങ്ങൾ. ചിലർ നൃത്തം ചവിട്ടുന്നു, ചിലർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മറ്റു ചിലർ വേട്ടയാടുന്നു. മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ. കാടിൻ്റെ മറുവശത്തായി വയലുകൾ, അതിൽ വിളഞ്ഞു നിൽക്കുന്ന നെന്മണികൾ. പാടവരമ്പിൽ മാവുകൾ, അതിൽ പഴുത്തു നിൽക്കുന്ന മാങ്ങകൾ. മാമ്പഴം തിന്നുന്ന പക്ഷികൾ. അങ്ങനെ നിരവധി കാഴ്ചകളാൽ സുന്ദരമാണ് മണിമല. ശശിധരൻ കല്ലേരിയുടേതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1. മുത്തുകൾ കോർത്ത പോലെ കാണപ്പെടുന്നത് എന്താണ്? മേഘങ്ങൾ, മലകൾ, മരങ്ങൾ, പക്ഷികൾ. എന്താണ് കൂട്ടുകാരെ? മലകളാണ് അല്ലേ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് മലകൾ. ഗ്രാമത്തിന് മണിമല എന്ന പേര് വരാൻ കാരണമെന്ത്? തൂവള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്നതിനാൽ, പക്ഷിമൃഗാദികൾ ഉള്ളതിനാൽ, മലകൾ നിരന്നു കിടക്കുന്നതിനാൽ, വയലുകൾ ഉള്ളതിനാൽ. എന്തുകൊണ്ടാണ്? മലകൾ നിരന്നു കിടക്കുന്നതിനാലാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. കുരങ്ങന്മാർ എന്താണ് ചെയ്യുന്നത്? തൂങ്ങിയാടുന്നു, പഴം തിന്നുന്നു, വേട്ടയാടുന്നു, ഓടുന്നു. എന്താണ്? തൂങ്ങിയാടുകയാണ്. ഓപ്ഷൻ എ ആണ്. കാടിൻ്റെ മറുവശത്തായി കാണപ്പെടുന്നത് എന്ത്? കുന്നുകൾ, വയലുകൾ, പുഴ, തെങ്ങിൻതോപ്പ്. എന്താണ്? വയലുകളാണ്. ഓപ്ഷൻ ബി ആണ്. ഇനി ചിലർ നൃത്തം ചവിട്ടുന്നു. ആരാണ് നൃത്തം ചവിട്ടുന്നത്? മാൻ, മുയൽ, മയിൽ, മൈന. ആരാണ്? മയിലാണ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷൻ സി, മൂന്നാമത്തെ ഓപ്ഷൻ എ, നാലാമത്തെ ഓപ്ഷൻ ബി, അഞ്ചാമത്തെ ഓപ്ഷൻ സി. ഓക്കെ, കൂട്ടുകാർ കറക്റ്റായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വിശകലന കുറിപ്പാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ, ഒന്നിച്ച് നീളുന്ന ചേലു കണ്ടോ. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ എഴുതേണ്ടത്? നമുക്കറിയാം, പ്രളയം എന്നുള്ള മഹാമാരി വന്നപ്പോഴും കേരളം ഒന്നായി ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്കതിനെ ചെറുത്തു നിൽക്കാൻ സാധിച്ചത് അല്ലേ. ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർക്കും എന്താണ് ഇത്തരത്തിലുള്ള ഒത്തുനിൽക്കലൂടെ അവർക്ക് ആ ഒരു സങ്കടം ഇല്ലാതാകാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദേശമായിരിക്കണം നിങ്ങളിവിടെ വിശകലനം ചെയ്ത് എഴുതേണ്ടത്. ഇനി ബി ചോദ്യം, ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേലെ ഒക്കെ പൊറുക്കണേ. കവി ആരോടാണ് പറയുന്നത്? തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്. ആരോടായിരുന്നു? കാക്കപ്പൂവിനോടാണ്. ഓക്കെ, കാക്കപ്പൂവിനോടാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം കത്താണ്. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റ ടൂൺബർഗ് നടത്തിയ സമരത്തെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ജലാശയത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ ബി ചോദ്യം, ഗ്രേറ്റ ടൂൺബർഗ് ഏതു രാജ്യക്കാരെയാണ്? ബ്രിട്ടൻ, അമേരിക്ക, സ്വീഡൻ, യൂറോപ്പ്. ഏതു രാജ്യക്കാരെയാണ് കൂട്ടുകാരെ? സ്വീഡൻ ആണ്. ഓക്കെ, സ്വീഡൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാലാമത്തേത് കഥാപാത്ര പരിചയമാണ്. എരിതീലു ഇരോടെ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ സൈക്കയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സൈക്യ തൻ്റെ ഭർത്താവിനെ തേടി ഇറങ്ങിയതും എന്താണ് അവരുടെ ആ ഒരു ഭർത്താവിൻ്റെ അമ്മ ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടും അതുമാത്രമല്ല ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കാരണം ആൽഫ്രഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കണം നിങ്ങളിവിടെ എഴുതേണ്ടത്.
ഇനി ഇതിലെ 5ാമത്തെ ചോദ്യം പോസ്റ്ററാണ്. എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം. നിങ്ങളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക, വിശദാംശങ്ങൾ ചേർത്ത് ആകർഷകമാക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്കൂൾ വാർഷികോത്സവം? സ്കൂളിൻ്റെ പേര് കൊടുക്കുക, പ്രിയ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പ്രിയ നാട്ടുകാരെ, ഇന്ന സ്കൂളിൽ ഇന്ന പരിപാടി ഇന്ന ദിവസം നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് കാര്യപരിപാടികൾ, ഉദ്ഘാടനം ഇന്ന ആളാണ്, അധ്യക്ഷത ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ബി ചോദ്യം, ചോമോയിലെ കായികമേളയിൽ വിജയിയായത് ആര്? ടോട്ടോ ചാൻ, യാസുക്കി ചാൻ, തകാഹാഷി, കൊമ്പയാഷി. ആരായിരുന്നു കൂട്ടുകാരെ? തകാഹാഷിയാണ് അല്ലേ. അപ്പോൾ ഉത്തരമേഖല എന്ന് പറയുന്നത് തകാഹാഷിയാണ്. ഇനി പ്രവർത്തനം 6 അനുഭവക്കുറിപ്പാണ്. മുത്തശ്ശി ഒരു കഥ തുടരുന്നു എന്ന പാഠഭാഗത്ത് ഊഞ്ഞാലിന് വേണ്ടി വാശി പിടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഓർമ്മയില്ലേ? നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പലതരം വാശികളും ശാഠ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അനുഭവമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.